السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ബഹുമാനമുള്ള ഈയൊരു നന്മയുടെ സദസ്സിൽ സംഗമിച്ചിട്ടുള്ള സഹോദരന്മാരെ, സൃഷ്ടാവായ നാഥൻ പുണ്യദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പശ്ചാത്താപവും പരലോകത്തേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല രൂപത്തിൽ ഇനിയും വർദ്ധിപ്പിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സഹൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടുക്കലേക്ക് അതിഥിയായി കടന്നു വന്ന വ്യക്തിയെയും കൊണ്ട് തൻ്റെ ഭാര്യമാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവരോടൊക്കെ ചോദിച്ചു, അതിഥിക്ക് നൽകാൻ ഭക്ഷണം വല്ലതുമുണ്ടോ? അവരൊക്കെ പറഞ്ഞു, പ്രവാചകരെ, ഇവിടെ ഭക്ഷണം ഒന്നുമില്ലല്ലോ. കൊടുക്കാനുള്ള മടി കൊണ്ടല്ല, മറിച്ച് യാഥാർത്ഥ്യത്തിലും ഒന്നും ഉണ്ടായിരുന്നില്ല. സദസ്സിലേക്ക് തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, ആരുണ്ട് എൻ്റെ അതിഥിയെ സൽക്കരിക്കാൻ? മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ സൽക്കരിക്കാമെന്ന് പറഞ്ഞ് ഈ വ്യക്തിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വീട്ടിലേക്ക് ചെന്ന് ഭാര്യയോട് അന്വേഷിക്കുന്നു, ഭക്ഷണമുണ്ടോ എന്ന്. അല്പം ഭക്ഷണം മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ആ ഭക്ഷണം നമുക്ക് അതിഥിക്ക് നൽകാം. നീ എൻ്റെ മുമ്പിലും ഒരു പാത്രം കൊണ്ടുവന്ന് വെച്ചാൽ മതി. എന്നിട്ട് ഭക്ഷണം കഴിക്കാനാകുമ്പോൾ വിളക്കണക്കുക. ഞാനും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് അതിഥി വിചാരിച്ചു കൊള്ളും. അങ്ങനെ അതിഥിയെ നമുക്ക് സൽക്കരിക്കണമെന്ന് പറഞ്ഞ് വിളക്കണച്ചുകൊണ്ട് അതിഥിയെ സൽക്കരിച്ച അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിനാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടെ വിളക്കണച്ചത്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വിളക്കണച്ചത് തൻ്റെ മുമ്പിലുള്ള അതിഥി പോലും താൻ ചെയ്യുന്ന ഈ സ്വതക്കയെക്കുറിച്ച് അറിയരുത്. ഞങ്ങൾക്ക് ഭക്ഷണമില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നിങ്ങൾക്കിത് നൽകുന്നത് എന്ന് അതിഥി പോലും അറിയരുത്. തൊട്ട് മുമ്പിലിരിക്കുന്ന അതിഥി പോലും അറിയരുത് എന്നുള്ള ചിന്തയോടുകൂടി മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആ ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ മുമ്പിലുള്ള അതിഥി അതറിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഈ ഹാളിൽ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു സ്മരിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു. അദ്ദേഹം ഇരുട്ടത്ത് നടത്തിയ അതിഥി സൽക്കാരം അന്ത്യദിനം വരെ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുമ്പിലിരിക്കുന്ന അതിഥി പോലും അറിയാതിരിക്കാൻ ചെയ്ത പ്രവർത്തനം അന്ത്യദിനം വരെ ലോകത്ത് ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണമെന്ത്? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അള്ളാഹുവിന് വേണ്ടിയായിരുന്നു. ഭൗതികമായൊരു താല്പര്യവും ആ ഒരു പ്രവൃത്തിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് അപ്രകാരം അത് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. അള്ളാഹു ആ ഒരു സംഭവത്തെ ലോകത്ത് സ്പ്രെഡാക്കി. എന്തിന്? അതിൽ വലിയ പാഠമുണ്ട്. ഓരോ വിശ്വാസികൾക്കും അതിൽ പാഠമുണ്ട്. പ്രവാചകരെ വീട്ടിൽ ആകെ കുറച്ച് ഭക്ഷണമേ ഉള്ളൂ എന്ന് പറഞ്ഞ്
അദ്ദേഹത്തിന് വേണമെങ്കിൽ കൈമലർത്താമായിരുന്നു. പക്ഷേ ഉള്ളതിൽ നിന്ന് കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സും ആ കൊടുക്കുന്നതിൽ ഭൗതികമായൊരു താല്പര്യവുമില്ലാതെ പൂർണ്ണമായും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നും അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയും അത് ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഞാനിത് പറഞ്ഞത്, നമ്മളും എന്തൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക. എത്ര ചെറുതായിരിക്കാം, എത്ര വലുതായിരിക്കാം, എന്താണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ തൃപ്തിയെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത്. മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ അഹബ്ബ ലില്ലാഹ്, മൻ അഹബ്ബ ലില്ലാഹ്, വല്ലവനും അള്ളാഹുവിന് വേണ്ടി ഒരാളെ, ഒരു വസ്തുവിനെ, ഒന്നിനെ ഇഷ്ടപ്പെട്ടാൽ, വഅബ്ഗദ ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ഒരാൾ കോപിച്ചാൽ, വഅഅതാ ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി നൽകിയാൽ, വമനഅ ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി നൽകാതിരുന്നാൽ, ഫഖദ് ഇസ്തക്മല അൽ ഈമാൻ, ഫഖദ് ഇസ്തക്മല അൽ ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. നമുക്കൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഓരോ കാര്യങ്ങളാണിത്. ഇഷ്ടപ്പെടുക, ദേഷ്യപ്പെടുക, നൽകുക, നൽകാതിരിക്കുക എന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ ഇതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതല്ല വ്യക്തിപരമായ താല്പര്യവും വ്യക്തിപരമായ താല്പര്യമില്ലായ്മയുമാണ് നമ്മൾ പരിഗണിക്കുന്നത് എങ്കിൽ നമുക്കതിൻ്റെ ഫലം നഷ്ടപ്പെട്ടു പോകുന്നു. നേരെ മറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമുക്കതിനൊക്കെ പ്രതിഫലം ലഭിക്കുകയാണ്. ഒന്നാമത് പറഞ്ഞ എന്താ? മൻ അഹബ്ബ ലില്ലാഹ്, ആരാണ് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അവർ നമുക്ക് നൽകുന്ന ഭൗതികമായ കാര്യത്തിന്റെ പേരിലാകരുത് നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. മറിച്ച് ഇതെന്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയോട് ഞാൻ കാണിക്കേണ്ടുന്ന കടമയും കടപ്പാടും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് ഞാൻ അവളെ സ്നേഹിക്കുമ്പോൾ അതിലൂടെ എൻ്റെ റബ്ബിൻ്റെ സ്നേഹം എനിക്ക് ലഭിക്കും എന്ന നിയ്യത്തോടു കൂടെ നമ്മൾ ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിൽ ഭൗതികമായ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കും. അതിനപ്പുറം അള്ളാഹുവിൻ്റെ സ്നേഹം കൂടി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഭാര്യയെ സ്നേഹിക്കുന്നത്, മക്കളെ സ്നേഹിക്കുന്നത്, ഉമ്മയെ സ്നേഹിക്കുന്നത്, ഉപ്പയെ സ്നേഹിക്കുന്നത്, നാട്ടുകാരെ സ്നേഹിക്കുന്നത്, പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നത്, സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നത്, നമ്മുടെ മാനേജറെ നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആക്കാൻ നമുക്ക് സാധിച്ചാൽ ദുനിയാവിലും പരലോകത്തും അതിൻ്റെ പ്രയോജനം ലഭിക്കുകയാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആക്കാൻ വേണ്ടി എന്തേ ചെയ്യേണ്ടതുള്ളൂ? അള്ളാഹ് പഠിപ്പിച്ചതുപോലെ സ്നേഹിക്കണം. മുദീർ തെറ്റായൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ മുദീറിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മളത് ചെയ്തു കൊടുത്താൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെടുന്ന സ്നേഹമല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്കതിന് പ്രതിഫലം ഉണ്ടാകുമെന്ന് മാത്രമല്ല ഭൗതികമായി നമുക്കതിൻ്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ മാതാവിന് നമ്മൾ എന്തെങ്കിലും സമ്മാനമായി കൊടുക്കുന്നുണ്ടെങ്കിൽ, ഉപ്പാക്ക് നമ്മൾ എന്തെങ്കിലും സമ്മാനമായി കൊടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പാക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഉപ്പാന്റെ സ്നേഹം എനിക്ക് ലഭിക്കും എന്നതിനപ്പുറം ഞാനിത് കൊടുക്കുമ്പോൾ ഇതെൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവോടെ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ഗുണം കൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ചെയ്യേണ്ടത് എന്തുള്ളൂ? മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്യണമെന്ന് മാത്രം, മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്യണമെന്ന് മാത്രം. എന്നാൽ ഇത് പെട്ടെന്ന് കിട്ടുന്ന കാര്യമില്ല, അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. മനസ്സിനെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്നുള്ള ആ ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തണമെങ്കിൽ അത് കുറച്ച് പണിയുള്ള കാര്യമാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം വളരെ ചെറുതാണെങ്കിലും ലളിതമാണെങ്കിലും മഹത്വമായതാണ്. അതോടൊപ്പം ആ രൂപത്തിൽ അള്ളാഹുവെ നിനക്ക് വേണ്ടി എന്ന രൂപത്തിലേക്ക് ആക്കി തീർക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ പണിയാണ്. ഇപ്പോൾ അബൂ തൽഹ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടു. ചിലപ്പോൾ ചില ആളുകളൊക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇതുപോലെ ഭക്ഷണം കൊടുത്തു വിചാരിക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ പറയും, ഭക്ഷണം കുറച്ചുണ്ടായിരുന്നുള്ളൂ, നമുക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാണ്, ഞങ്ങൾക്ക് വിശപ്പില്ല, ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ചല്ലോ, നമുക്ക് സമാധാനമായി.
അതിലൂടെ ചിലപ്പോൾ ഭൗതികമായ ചിന്ത വരും ആ ഒരു വാക്കിലൂടെ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വിഷയം പറഞ്ഞതേയില്ല, ഒരു സൂചന കൊണ്ട് പോലും പറഞ്ഞില്ല. ഹദീസിൽ കാണുന്നത് ആ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവും ഭാര്യയും അന്ന് അവർ കിടന്നുറങ്ങിയത് ജാഇഐൻ, അവർ വിശന്നുകൊണ്ടാണ്. താവിഐൻ എന്നുള്ള പദപ്രയോഗമാണ്. താവിഐൻ, തൊവ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പേപ്പർ കയ്യിലിട്ട് ചുരുട്ടിയാൽ, ഒരു പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ കയ്യിലിട്ട് ഇങ്ങോട്ട് ചുരുട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അത് ആകെ ചുരുണ്ട് മടങ്ങി കിടക്കൂലേ? ഇതുപോലെ അന്നത്തെ രാത്രിയിൽ അവർ രണ്ടുപേരും പട്ടിണി കിടന്നു. പക്ഷേ ആ പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടിയായിരുന്നു. അവരാ പട്ടിണി കിടന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയായിരിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അബ്ഗളലില്ലാ, കോപിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം കോപിക്കേണ്ടത്. കോപം ഇസ്ലാം പഠിപ്പിക്കുന്നത് ആരാധനയാണ്. അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കുമ്പോൾ കോപം പാടില്ല. വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി നമ്മൾ കോപിക്കരുത്. മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ കോപിക്കരുത്. ചിലപ്പോൾ ഭാര്യയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്ക് ഇഷ്ടമായിരിക്കും, ഉമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് ചിലപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടമായിരിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഒരാളോട് കോപിക്കരുത്. കോപിക്കുന്നുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയായിരിക്കണം, എങ്കിൽ നമുക്കതിന് പ്രതിഫലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കോപിച്ചിട്ടില്ലേ? ഒന്ന് ആലോചിക്കുക. ഞാൻ ആ കോപിച്ചത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയാണോ, അതല്ല വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയായിരുന്നോ? വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തഗ്ദബ്, ലാ തഗ്ദബ്, ലാ തഗ്ദബ്, കോപിക്കരുത്, കോപിക്കരുത്, കോപിക്കരുത് എന്ന് പറഞ്ഞത് വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി കോപിക്കരുത് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി കോപിക്കാൻ നമുക്ക് പറ്റണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സംഭവം മുമ്പ് കേട്ടിട്ടുണ്ട്. ഒരു വിവാഹത്തിൻ്റെ ദിവസം വരനും വരൻ്റെ പിതാവും ആ നിക്കാഹിൻ്റെ ഖുതുബ നിർവഹിക്കാനുള്ള ഖതീബും അതുപോലെ തന്നെ വരൻ്റെ കൂട്ടുകാരൊക്കെ കൂടി ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ വധുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ വരൻ്റെ കൂട്ടുകാരെല്ലാവരും ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി പാടുപാടി മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ആകെ ചാടി കളിക്കുകയാണ്. അപ്പോൾ ഈ വരൻ്റെ പിതാവ് പറഞ്ഞു, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, അതുകൊണ്ട് ചെയ്യരുത്. പക്ഷേ വരൻ്റെ കൂട്ടുകാർ തയ്യാറായില്ല. അവർ വീണ്ടും ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി പാട്ടുപാടി ഡാൻസ് ചെയ്ത് ഈ രൂപത്തിൽ ചെയ്തപ്പോൾ വരൻ്റെ പിതാവ് കുറച്ചുകൂടെ ശബ്ദത്തിൽ സ്ട്രോങ് ആയി പറഞ്ഞു, ഇത് പറ്റില്ല, ഇത് പറ്റില്ല എന്ന് സ്ട്രോങ് ആയി പറഞ്ഞപ്പോൾ ആ വരൻ്റെ കൂട്ടുകാരെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബസ്സിൽ ഈ വരൻ്റെ പിതാവും ഖതീബും വരനും മാത്രം ബാക്കിയാകുന്ന സമയം ആ വരൻ്റെ പിതാവ് ഖതീബിനോട് പറഞ്ഞത്രേ, ഞാൻ ഇവരോട് കോപിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, ഞാനിവിടെ ഇവരോട് ദേഷ്യപ്പെട്ടത് എൻ്റെ വ്യക്തിപരമായ വിദ്വേഷത്തിൻ്റെ പേരിലല്ല, മറിച്ച് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്, അതിൻ്റെ പേരിലാണ് ഞാൻ കോപിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്രകാരം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കാണുമ്പോൾ കോപിക്കാൻ നമുക്ക് പറ്റണം. ഭാര്യമാരാകട്ടെ, മക്കളാകട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരാകട്ടെ, തെറ്റായ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഞാൻ കോപിക്കാൻ പാടില്ലല്ലോ എന്ന നിലക്ക് മൗനം അവലംബിക്കുകയല്ല ചെയ്യേണ്ടത്. തെറ്റു കാണുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ തിരുത്താൻ ശ്രദ്ധിക്കണം. ഗുണദോഷിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്താൻ ശ്രദ്ധിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ, അതുകൊണ്ട് മാറുന്നില്ലെങ്കിൽ ദേഷ്യപ്പെടേണ്ട സന്ദർഭമാണോ ദേഷ്യപ്പെടണം. കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടിട്ടുണ്ട്. കഅന്നഹു മുൻദിറു ജൈശിൻ, ഒരു സൈന്യത്തിന് താക്കീത് നൽകുന്ന താക്കീതുകാരനെ പോലെ മിമ്പറിൽ വെച്ച് അവിടുന്ന് സംസാരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്ന് തുടുത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും വ്യക്തിപരമായ കാര്യത്തിന്റെ പേരിലായിരുന്നില്ല, അള്ളാഹുവിന് വേണ്ടിയായിരുന്നു, റബ്ബ് ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് വേണ്ടിയായിരുന്നു ദേഷ്യപ്പെട്ടതൊക്കെ. നമ്മളും ആലോചിക്കണം. പലപ്പോഴും പലരും ഭാര്യമാരോട് ദേഷ്യപ്പെടും, മറ്റുള്ളവരോട് ദേഷ്യപ്പെടാൻ ചിലപ്പോൾ ധൈര്യം ഉണ്ടാവില്ല. ഭാര്യയോട് ദേഷ്യപ്പെട്ട ഭാര്യ തിരിച്ചൊന്നും ഇങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് പറയില്ല എന്ന ധൈര്യത്തിൽ ഭാര്യമാരോട് ദേഷ്യപ്പെടുന്നവരുണ്ട്. ഒരിക്കലും നമ്മളത് ചെയ്യരുത്. മഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മരണത്തോടടുത്ത സമയത്ത് പോലും പറഞ്ഞതാ, ഫത്തഖുല്ലാഹ ഫിന്നിസാ, ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം ആ പെൺകുട്ടിയുടെ വലിയിൽ നിന്ന് നിങ്ങൾ
സുദൃഢമായൊരു കരാറിലൂടെ ഈ മോളെ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് പൊന്നുപോലെ വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമാനത്തായി കൊണ്ടുവന്നതാണെങ്കിൽ അവരെ വേദനിപ്പിക്കരുത്. നമ്മൾ അവരെ കണ്ണുനീര് കുടിപ്പിക്കരുത്. അവരെ സ്നേഹിക്കുവാൻ നമുക്ക് പറ്റണം. നല്ല രൂപത്തിൽ അവരോട് സംസാരിക്കാൻ നമുക്ക് പറ്റണം. പലപ്പോഴും പലരും സ്വന്തം ഭാര്യയോട് സംസാരിക്കുന്നതും മറ്റുള്ള സ്ത്രീകളോട് സംസാരിക്കുന്നതും നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഭാര്യയോടാണ് സംസാരിക്കുന്നത്, അതല്ല മറ്റു സ്ത്രീകളോടാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താ കാരണം? ഭാര്യയോട് സംസാരിക്കുമ്പോൾ സ്ട്രോങ് ആയിരിക്കും, ദേഷ്യപ്പെട്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പലരും വളരെ സ്നേഹത്തോടെ നല്ല ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ട്. നമ്മൾ കോപിക്കുന്നെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. വസ്ത്രം അലക്കാത്തതിൻ്റെ പേരിൽ, അയൺ ചെയ്യാത്തതിൻ്റെ പേരിൽ, ഭക്ഷണം മാന്യമായി ഉണ്ടാക്കാത്തതിൻ്റെ പേരിൽ ഇതൊന്നും കോപിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമായ കാര്യമല്ല. അപ്പോൾ നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. നമ്മളൊരാളോട് കോപിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയായിരിക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നമ്മൾ നൽകേണ്ടത്. ആർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആരെയും സഹായിക്കരുത്. അങ്ങനെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കതൊരു ഖേദത്തിനിടയായേക്കും. നമ്മുടെ നാട്ടിലോ നമ്മുടെ കുടുംബത്തിലോ സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു. നമ്മൾ അയാളുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് അയാളെ സഹായിച്ചു. പിന്നീട് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ അദ്ദേഹം പിന്നെ നമ്മളെ കണ്ട ഭാവം പോലും ഇല്ല. പിന്നെ അയാളിങ്ങനെ കച്ചവടമൊക്കെ ചെയ്ത് ബിസിനസ്സൊക്കെ ചെയ്ത് വലിയ സമ്പന്നനായി മാറി. അയാളൊരു പക്ഷേ ആ സമ്പത്തിൻ്റെ പ്രൗഢിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കൊടുത്ത കാശിനെ കുറിച്ചൊന്നും അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല ചിലപ്പോൾ. അപ്പം നമ്മൾ വിചാരിക്കും, ഇവനൊക്കെ എങ്ങനെ നടന്നു ഇയാളാ, ഞാൻ സഹായിച്ചിട്ടില്ല അവനൊക്കെ രക്ഷപ്പെട്ടത്. ഇപ്പം കണ്ടില്ലേ, എന്നോടൊന്ന് ചിരിക്കാൻ പോലും അവന് സമയമില്ല. നമുക്ക് ആ സങ്കടം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തിയിൽ നിന്ന് പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ നൽകിയപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ നമുക്ക് ആ സങ്കടത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി കൊടുത്തു, ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കത് തരും. അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കാൻ, റബ്ബിൻ്റെ പരലോകത്ത് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തതെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. നേരെ മറിച്ച് ഈ വ്യക്തിയിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ കൊടുത്തതെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തിൽ സങ്കടം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വിശ്വാസി എങ്ങനെയായിരിക്കണം? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, തീർച്ചയായും നമ്മൾ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്ന് ഒരു നന്ദിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നന്ദി വേണ്ടെന്നല്ല, പക്ഷെ അത് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഈ രീതിയിലായിരിക്കണം നമ്മൾ വല്ലവർക്കും വല്ലതും കൊടുക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത്. അത് സമ്പത്താണെങ്കിലും ശരീരം കൊണ്ടുള്ള സഹായമാണെങ്കിലും വാക്കുകൾ കൊണ്ടുള്ള സഹായമാണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി, അവർ നമ്മോട് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിലും ശരി, നമ്മൾ കൊടുക്കുമ്പോൾ എന്തൊന്ന് കൊടുക്കുകയാണെങ്കിലും ശരി, നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുക, റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുക. എങ്കിൽ തീർച്ചയായും ഒരിക്കലും അത് നഷ്ടപ്പെടാതെ നമുക്ക് ലഭിക്കും. ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ആരെങ്കിലും വല്ല സഹായവും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ, അത് വാക്കുകൊണ്ടാകാം പ്രവൃത്തി കൊണ്ടാകാം, എങ്ങനെയാവട്ടെ, ഒരാൾ നമുക്കൊരു സഹായം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ പ്രത്യുപകാരം ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് സാമ്പത്തികമായിട്ട് കഴിയില്ലേ, ശരീരം കൊണ്ട് ചെയ്തു കൊടുക്കണം. ശരീരം കൊണ്ട് കഴിയില്ലേ, നല്ല വാക്കുകൾ കൊണ്ട് പ്രത്യുപകാരം ചെയ്തുകൂടെ? അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ? അദ്ദേഹത്തോട് പറഞ്ഞുകൂടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത്? അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമില്ലേ? ഇങ്ങനെയെങ്കിലും ചെയ്തുകൂടെ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ സനഅ ഇലൈക്കും മഅറൂഫ മൻ സനഅ ഇലൈക്കും മഅറൂഫ ഫകാഫിഊഹു, നിങ്ങൾക്ക് ആരെങ്കിലും വല്ല ഉപകാരവും ചെയ്തു തന്നാൽ നിങ്ങൾ അവർക്ക് പ്രത്യുപകാരം ചെയ്തു കൊടുക്കണം. ഇതൊരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, ആ രൂപത്തിൽ തന്നെ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഓരോ കാര്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യമാരത് ആലോചിക്കണം. ഭാര്യമാർ നമ്മുടെ വസ്ത്രം അലക്കി തരുമ്പോൾ, നമുക്കവർ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ, അതിലൂടെയൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തി. എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എനിക്കതിന് പ്രതിഫലം ലഭിക്കുമല്ലോ. എൻ്റെ ഭർത്താവിനൊരു ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കി കൊടുത്താൽ എനിക്ക് റബ്ബിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമല്ലോ എന്ന ചിന്തയോടുകൂടി അവരത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. അല്ലെങ്കിലോ ചിലപ്പോൾ
അവർ നല്ല സ്വാദിഷ്ടമായ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു തരും. എന്നിട്ട് അവരിങ്ങനെ കാത്തിരിക്കും. എന്തിനു വേണ്ടി? നമ്മൾ പറയാൻ, എന്ത് ഉഷാറായിട്ടുണ്ടെന്ന് പറയാൻ. പക്ഷെ നമ്മൾ വേറെന്തോ ചിന്തയിലാണ്. നമ്മൾ മറ്റുള്ള പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. പക്ഷെ അവർ കുറേ സമയം കാത്തുന്നു. നമ്മളുടെ നിന്ന് ഭക്ഷണം ഉഷാറായിട്ടുണ്ടെന്നുള്ള പ്രതികരണം കേൾക്കാതിരിക്കുമ്പോൾ അവർക്ക് നിരാശയുണ്ടാകും. സ്വാഭാവികം. ഭക്ഷണം ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് മതി അവർക്ക്. അത് അവർക്ക് വലിയൊരു അംഗീകാരമാണ്, അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നത് കൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ അവർ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കും, എൻ്റെ ഭർത്താവ് സൂപ്പറായിട്ടുണ്ടെന്ന് പറയും എന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഈ ഓരോ കാര്യത്തിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം എനിക്ക് ലഭിക്കുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടെ ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ട്. നമ്മളാണെങ്കിലും ശരി, നാട്ടിലേക്ക് പണം അയച്ചു കൊടുക്കുമ്പോൾ, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ, അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എൻ്റെ ഭാര്യയോടുള്ള കടമയും കടപ്പാടുമാണിത്, റബ്ബെന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവോടെ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്. നിങ്ങൾ വല്ലതും ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അതിലൂടെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇല്ല ഉജിർത അലൈഹ, നിങ്ങൾക്കതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഹത്താ മാ തജ്അലു ഫീ ഫമി ഇംറഅതിക. നോക്കൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ ശൈലി. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഓരോ ഉരുളക്ക് പോലും പ്രതിഫലമുണ്ട്. ആ പദത്തിൽ തന്നെ എന്തൊരു നന്മയാണ് പഠിപ്പിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് എന്താ? ഭൗതികമായി നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഏതൊരു കാര്യവും എന്നതിനപ്പുറം ഭാര്യയെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ഒരു ഉരുള ഉരുട്ടിയിട്ട് ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് പോലും പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് എങ്കിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വമന അലില്ല, ആർക്കെങ്കിലും നമ്മൾ വല്ലതും കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയായിരിക്കണം. കൊടുത്താൽ തീർന്നു പോകും എന്ന കാരണം കൊണ്ട് ആവരുത് നമ്മൾ കൊടുക്കാതിരിക്കുന്നത്. എങ്ങനെ ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി കൊടുക്കാതിരിക്കുക? നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ചില പൂരങ്ങളുടെ ഉത്സവത്തിന് വേണ്ടി പിരിവിന് വരും. നമ്മൾ കൊടുക്കാതിരിക്കുന്നത് ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത്, അതുകൊണ്ട് ഞാൻ കൊടുക്കൂല എന്ന മനസ്സോടുകൂടി ആയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പല നേർച്ചകളും നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ കളക്ഷന് വേണ്ടി വീട്ടിൽ വരുമ്പോൾ നമ്മൾ പറയണം, ഇതിന് ഞാൻ തരില്ല. എന്തുകൊണ്ടാണ്? ഇതെൻ്റെ റബ്ബിന് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ തരില്ല. നബിദിനാഘോഷത്തിൻ്റെ പിരിവ് നമ്മുടെ വീട്ടിൽ വരും, നമ്മൾ പറയണം, ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്, അതുകൊണ്ട് ഇതിന് ഞാൻ പിരിവ് തരില്ല. ഞങ്ങളുടെ നാട്ടിലൊരു വാർത്ത കേട്ടത്, ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് നാട്ടിലെ കുറച്ച് ആളുകൾ, കുറച്ച് ഉസ്താദുമാർ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവർ പിരിവ് ചോദിച്ചു. എന്തിന്? നേർച്ചയുടെ പിരിവാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞത്രേ, ഇത് നേർച്ചയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയില്ല എന്നുണ്ടെങ്കിൽ കാശ് തരാം, അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തരില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ തരികയാണെങ്കിൽ ഞങ്ങൾ നേർച്ചൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുള്ളൂ, അത് തരുന്നില്ല എന്ന് പറഞ്ഞു. ഭാര്യമാർ പോലും അങ്ങനെ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആദർശപരമായി ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള നേട്ടത്തെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും വല്ലതും കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ ഭിക്ഷാടകർ വർദ്ധിച്ചപ്പോൾ, ഭിക്ഷാടകർ പലരും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ഇനി ഭിക്ഷാടകർക്ക് കാശ് കൊടുക്കില്ല. ഭക്ഷണം വേണമെങ്കിൽ കൊടുക്കാം, ചായ വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം, അതല്ലാതെ കാശ് കൊടുക്കില്ല എന്ന് തീരുമാനമെടുത്തു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ എൻ്റെ കാശ് പോകും എന്നുള്ള ലക്ഷ്യമാകരുത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ അത് ഈമാനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കാൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ല കാര്യവും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ വല്ല കാര്യവും ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു നമുക്ക് പകരം നൽകും. അപ്പോൾ നമുക്കൊരു ജോലി കിട്ടി, പക്ഷേ ആ ജോലി നമ്മൾ തുടരുകയാണെങ്കിൽ നമസ്കാരം കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റില്ല എങ്കിൽ ആ ജോലി വേണ്ട, എനിക്ക് നല്ലൊരു ജോലി ഞാൻ തേടിപ്പിടിക്കട്ടെ എന്ന് തീരുമാനിക്കണം. ഒരു ജോലി കിട്ടി, ആ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ പിന്നെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റൂല, ദീനിയായിട്ടുള്ള കാര്യത്തിനൊന്നും സമയമില്ല എങ്കിൽ ആ ജോലി എനിക്ക് വേണ്ട തീരുമാനിക്കണം. അത് നമ്മൾ വേണ്ട തീരുമാനിക്കണം എന്താ? അള്ളാഹിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇപ്രകാരം ഏതൊരു കാര്യം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ നമ്മൾ വേണ്ടാന്ന് വെച്ചോ,
എങ്കിൽ നമുക്ക് അതിനേക്കാൾ ഉത്തമമായത് പകരം കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജല്ല ഇല്ലാ ബദ്ദലകല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻ. അല്ലാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടി നിങ്ങൾ ഒരു കാര്യം മാറ്റി വെക്കുന്നുവെങ്കിൽ അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരം നൽകും. അപ്പോൾ ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും എൻ്റെ അറവും എൻ്റെ നമസ്കാരവും എൻ്റെ ജീവിതവും മരണവും അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുമ്പോൾ അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവിന് വേണ്ടി എന്ന് ഉറപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കിടയിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാകട്ടെ. മരിക്കുന്നതുവരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനും വഴിപ്പെട്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് സൗദി അറേബ്യയിലെത്തിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതുകൊണ്ട് എല്ലാവരും നമുക്ക് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാകട്ടെ. പിന്നെ ഞാൻ സൂചിപ്പിച്ചതിൻ്റെ മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ സെൽസബീൽ അറബിക് കോളേജിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മക്കൾ ആരെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞവരുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ദീനീ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സൗജന്യമായിട്ട് കൊടുക്കുന്ന സ്ഥാപനമാണ്. നിങ്ങളുടെ മക്കളെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബത്തിലോ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.